അപ്പം നമ്മുടെ ബാൽസം പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഭയങ്കര വെയിലും ചൂടുമാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ക്ഷീണം നമ്മുടെ ചെടികളിലും ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചൂടൊന്നുമല്ല കേട്ടോ, പൊള്ളുകയാണ്, തീയാണ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ തീൻ്റെ ഒരു കട്ടയാണ്, അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഈ ബാൽസം പ്ലാന്റ്സിന് ഒട്ടും വെയിൽ വേണ്ട, നമ്മൾ തണലും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൂക്കൾ വിരിയും. ഇപ്പോൾ അധികം പൂക്കളൊന്നുമില്ല നമ്മുടെ ബാൽസം പ്ലാന്റ്സിൽ. പൂക്കൾ വിരിഞ്ഞാൽ തന്നെ അത് വിരിഞ്ഞ് ഒരു 10 മണിയാകുമ്പോൾ തന്നെ അത് വാടി കൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇത് മഴക്കാലത്ത് ആകുമ്പോൾ ഇതിൽ ഇഷ്ടം പോലെ നമ്മളിപ്പോൾ സീഡ് ഉണ്ടാവും. ഞാൻ ആ സീഡൊക്കെ കളക്ട് ചെയ്തിട്ട് കുറച്ച് പാകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം ജെർമിനേറ്റ് ആയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മളുടെ ബാൽസം പ്ലാന്റ്സും പെട്ടെന്ന് ചീഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും, പക്ഷേ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേന് ചെടി ചീഞ്ഞ് ഒക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പം നമ്മളിതിലൊരു കട്ടിങ്സൊക്കെ എടുത്ത് നട്ടുപിടിപ്പിക്കുന്ന ഒരു തണലിൽ മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ കുറേ പ്ലാന്റ്സിന് ഞാൻ ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാകുമ്പോൾ വലിയ വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ, തണലത്ത് ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഈ പ്ലാന്റ്സിനെ രക്ഷിക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് കളർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ. അപ്പോൾ മഴ ടൈമിലാകുമ്പോഴത്തേന് മഴ എത്ര കൊണ്ടാലും ഈ പ്ലാന്റ്സിന് വലിയ കുഴപ്പമില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പ്ലാന്റ്സൊക്കെ ഒരുപാട് മഴ കൊള്ളാറുണ്ട്. അപ്പോൾ അതൊന്നിട്ട് മഴയത്ത് ഇതിന് പ്രശ്നം തോന്നി, പക്ഷേ ഇതിന് വെയിൽ ഒട്ടും അങ്ങനെ താങ്ങാൻ പറ്റുന്നില്ല, പെട്ടെന്നേ ക്ഷീണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് ചിലതൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ കാണിച്ചു തരാം. ചിലതൊക്കെ അങ്ങനെ നല്ല ഹെൽത്തി ആയിരുന്ന പ്ലാന്റ്സ് ഒരു ദിവസം കൊണ്ട് തന്നെ ചീഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്ലാന്റ്സ് സീഡ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കയ്യിൽ നിന്ന് കളറൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മൾ നോക്കണം, നമ്മുടെ പ്ലാന്റ്സിന് ചൂടിന്ന് രക്ഷിക്കണം. അപ്പോൾ എന്നാലേ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സൊക്കെ അതുപോലെ നിൽക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ ഇത് ഇന്നലെ വരെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സാണ്. ഇന്നലെ മൊത്തത്തിൽ എന്തോ ഒരു തരം ഫംഗസ് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ചെടിയിലൊരു പൂപ്പൽ പോലെ ചെടിയുടെ അടിയിൽ വേരിൻ്റെ അവിടെ നിന്നേ ചെടി മൊത്തത്തിൽ നശിച്ചു പോയിട്ടോ. അപ്പോൾ നമ്മളിതിലൊരു സീഡ് ഉണ്ടെങ്കിൽ സീഡൊക്കെ ടൈമിൽ ഇഷ്ടംപോലെ സീഡ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് സീഡിട്ട് ജെർമിനേറ്റ് ചെയ്ത തൈകളാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊക്കെ ഇതിൽ മാറ്റി നട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മാറ്റി നടാനുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി വലുതായി